യുവാക്കളെ നേതൃപദവിയിലേക്ക് പരിഗണിച്ച് കെപിസിസി. മുൻ യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾക്ക് പാർട്ടി പദവി. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് പദവികളിൽ നിയമനം. സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരെ കെപിസിസിയിൽ ഉൾപ്പെടുത്താനും തീരുമാനം. ആർ റോഷിപാൽ ചേരുന്നു നമുക്കൊപ്പം. ഗുഡ് ഈവനിംഗ് റോഷിപാൽ. ബിജെപി യുവാക്കൾക്ക് അവസരം കൊടുക്കുന്നു എന്നതുകൂടി കണ്ടുകൊണ്ടാണോ പുതിയ മാറ്റത്തിലേക്ക്, യുവാക്കൾ വരട്ടെ നേതൃനിരയിലേക്കെന്നുള്ള തീരുമാനത്തിലേക്ക് കെപിസിസി കടക്കുന്നത്? സുജയ പാർവതി, ഇത് നേരത്തെ തന്നെയുള്ള ഒരു തീരുമാനമായിരുന്നു. പക്ഷെ അത് നടപ്പിലാകാൻ വൈകി എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ കുറച്ച് ഷാഫി പറമ്പിലിന്റെ കമ്മിറ്റിയിലെ കുറച്ച് സംസ്ഥാന ഭാരവാഹികളെ ജില്ലാ ഭാരവാഹികളാക്കി നിയമിച്ചിരുന്നു. പക്ഷേ ഡീൻ കുര്യാക്കോസിന്റെ കാലത്തുള്ള പല ഭാരവാഹികൾക്കും അത്തരത്തിൽ നിയമനം പൂർണ്ണമായും കിട്ടിയിരുന്നില്ല. കുറച്ചുപേരുടെ നിയമനം, അവരെ പദവിയിൽ നിയമിക്കുന്നത് തൽക്കാലത്തേക്ക് തടഞ്ഞു വെച്ചിരുന്നു ചില ജില്ലാ കമ്മിറ്റികൾ. അവരെ കൂടി ഉൾപ്പെടുത്തി ജില്ലാ കമ്മിറ്റികൾ അല്ലെങ്കിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികൾ വിപുലീകരിക്കാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ കെപിസിസി നൽകിയിരിക്കുന്നത്. അത് സർക്കുലറായി ബ്ലോക്ക് കമ്മിറ്റികൾക്കും ജില്ലാ കമ്മിറ്റികൾക്കും കൈമാറിക്കഴിഞ്ഞു. ഇനി ഷാഫി പറമ്പിലിന്റെയും ഡീൻ കുര്യാക്കോസിന്റെയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജില്ലാ കമ്മിറ്റികളിൽ ഭാരവാഹികളായിരുന്ന എല്ലാ നേതാക്കളും, യുവ നേതാക്കളും അവർ കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റികളിലും ഒപ്പം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളിലും ഭാരവാഹികളായിരിക്കും. അങ്ങനെ ഒരു തീരുമാനമാണ് കെപിസിസി നേതൃത്വം എടുത്തത്. ഇനി ഷാഫി പറമ്പിൽ സംസ്ഥാന കമ്മിറ്റിയായിരിക്കെ ഉപാധ്യക്ഷന്മാരായ ഏതാണ്ട് 6 പേരുണ്ട്. അവരെ കെപിസിസി പുനഃസംഘടിപ്പിക്കുമ്പോൾ അവിടെ കെപിസിസിയുടെ ഭാരവാഹികളായി നിയമിക്കാനുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട്. അതിൽ ശബരിനാഥനുണ്ട്, റിജിൽ മാക്കുറ്റി, റിയാസ് മുക്കോളി, NS നുസൂർ ഉൾപ്പെടെയുള്ള നേതാക്കളെയാണ് ഇനി കെപിസിസിയിലേക്ക് ഉൾപ്പെടുത്തുക. അങ്ങനെ യുവാക്കൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ കെപിസിസി നടത്തിയിരിക്കുന്നത്. ശരി, ആർ റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്. മാറ്റി നിർത്തപ്പെട്ട യുവാക്കൾ നേതൃനിരയിലേക്ക് വരികയാണ്.